ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ മൂന്നാമത്തെ പാഠഭാഗത്തിലെ എല്ലാ പ്രവൃത്തി പരിചയവും ഒറ്റ വീഡിയോയിലൂടെ ചെയ്യാൻ പോവുകയാണ്. ആദ്യത്തെ ചോദ്യം നോക്കാം. എന്താണ്? 13 ഇൻറ്റു 15. ആദ്യമായി 13നെ പിരിച്ചെഴുതാൻ പോവുകയാണ്. 10 3, അതായത് 10 + 3 13 അതേപോലെ 15നെ 10 5 എന്നിങ്ങനെ പിരിച്ചെഴുതുകയാണ് ചെയ്യുന്നത്. പിന്നെ 10നെ 10 കൊണ്ട് ഗുണിക്കാം. ആൻസർ കിട്ടുന്നത് 100. അതിനുശേഷം 10നെ 3 കൊണ്ട് ഗുണിക്കുക. 10 × 3 കിട്ടുന്നത് 30 ആയിരിക്കും. പിന്നീട് താഴത്ത് വരുന്ന 5നെ 10 കൊണ്ടാണ് ഗുണിക്കുന്നത്. കാണാം, 5 × 10 50 വരുന്നത്. 5 × 3 15 എന്ന് കിട്ടും. അടുത്തായി 100 + 30 എത്രയാണെന്ന് കാണുക. എന്നിട്ട് അത് പച്ച നിറത്തിലുള്ള കളത്തിലേക്ക് എഴുതാം. 130 കിട്ടും. ഇതേപോലെ 50 + 15 കാണാം, 65 കിട്ടുന്നത്. അതിനുശേഷം നമുക്ക് 130 + 65 ഇത് കാണുക, 195. ഇതായിരിക്കും 13നെ 15 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത്. വളരെ സിമ്പിൾ അല്ലേ? എല്ലാവർക്കും ചെയ്യാൻ കഴിയും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 17 × 16. 17 എന്ന് വരുമ്പോൾ 10 + 7 ഒറ്റയുടെ സ്ഥാനത്ത് 7ഉം 10ന്റെ സ്ഥാനത്ത് 10ഉമാണ് വരുന്നത്. പിന്നെ 16 എന്ന് പറയുമ്പോൾ 10 + 6. ഇനി 10നെ 10 കൊണ്ട് ഗുണിച്ചാൽ 100 കിട്ടും. 10നെ 7 കൊണ്ട് ഗുണിച്ചാൽ 70 കിട്ടുന്നത്. പിന്നെ എന്താണ്? 10നെ 6 കൊണ്ട് ഗുണിക്കാം, 60 കിട്ടും. പിന്നെ 6 × 7 42. അടുത്തായിട്ട് 100 + 70 170 എന്ന് എഴുതാം. താഴെയായിട്ട് 60 + 42 102 എന്ന് കിട്ടും. ആൻസർ കിട്ടാൻ വേണ്ടി 170ഉം 102ഉം തമ്മിൽ കൂട്ടാം. ആൻസർ കിട്ടുന്ന എത്രയാണ്? 272 ആണ്. ഇതേ രീതിയിൽ തന്നെ അടുത്ത ചോദ്യത്തിനുള്ള ഉത്തരവും കണ്ടെത്താം. 18 × 19. 10 + 8 എന്ന് എഴുതാം. സൈഡിലായിട്ട് 10 + 9 എന്ന് എഴുതാം. 10 × 10 വരുന്നത് 100 10 × 8 വരുന്നത് 80. നമുക്കിപ്പോൾ കൂട്ടിയിട്ട് ഇവിടെ എഴുതാം, 180. പിന്നീട് താഴെ വരുന്നത് 10 × 9 90. 9 × 8 72. കൂട്ടിയാൽ കിട്ടുന്നത് 162. 180 + 162 കാണാം. ഉത്തരം 342. കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ചോദ്യങ്ങളാണ്. നാലാമത്തെ ചോദ്യം ഇതാണ്. 14 × 18. 14 × 18നെ എങ്ങനെ മാറ്റി എഴുതാം? മുകളിലായിട്ട് 10 4, സൈഡിലേക്ക് വരുമ്പോൾ 10 8. 10 × 10 100 കിട്ടും. 10 × 4 40. 100 + 40 140 ഇവിടെ എഴുതാം. പിന്നീട് വരുന്നത് 10 × 8 80. 8 × 4 32 112. ടോട്ടൽ വരുന്നത് 252. നമ്മുടെ ആൻസർ ഇതാണ്. 14 × 18 = 252. അടുത്ത ചോദ്യം 15 × 15 ആണ്. 15നെ 10 5 എന്നായി മാറ്റി എഴുതാം. അതേപോലെ സൈഡിലും 10 5 എന്ന് മാറ്റി എഴുതാം. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് 10 × 10 100 കിട്ടും. പിന്നെ 10 × 5 വരുന്നത് 50. 100 + 50 150 എന്ന് വലത് സൈഡിലായിട്ട് എഴുതാം. 10 × 5 50. 5 × 5 25. അപ്പോൾ 50 + 25 75 കിട്ടുന്നത്. ഇനി 150നെയും 75നെയും തമ്മിൽ കൂട്ടിയാൽ 225 എന്ന് കിട്ടും. 15 × 15ന്റെ ആൻസർ ആണ് 225. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്തായി പേജ് നമ്പർ 34 പ്രവൃത്തി പരിചയം നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 12 × 34. അപ്പോൾ 10 2 എന്ന് എഴുതാം. 34 30 4 എന്ന് എഴുതാം. 10 × 30 എത്രയാണ് വരുന്നത്? 300. പിന്നെ 30 × 2 വരുന്നത് 60. 4 × 10 വരുന്നത് 40. 4 × 2 8 വരും. അപ്പോൾ മുകളിലത്തെ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ 360ഉം താഴെ 48ഉം കിട്ടും. പിന്നീട് ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത് 408. അടുത്ത ക്വസ്റ്റ്യൻ 23 × 45. അപ്പോൾ 20 3 എന്ന് എഴുതാം. 40 5 എന്ന് എഴുതാം. 20 × 40 800 കിട്ടും. 40 × 3 120 കിട്ടും. 20 × 5 100. 5 × 3 15. മുകളിൽ കൂട്ടി എഴുതിയാൽ 920 എന്ന് കിട്ടും. താഴെ 115. അപ്പോൾ നമുക്ക് ടോട്ടൽ ചെയ്ത് നോക്കാം. എത്രയാണ് കിട്ടുന്നത്? 1035. 75 × 75 നോക്കാം. 70 5 എന്ന് എഴുതാം. അതേപോലെ സൈഡിലും 70 5 എന്ന് എഴുതാം. 70 × 70 കിട്ടുന്നത് 4900. 70 × 5 കിട്ടുന്നത് 350. താഴെയും 70 × 5 350 കിട്ടും. 5 × 5 25. മുകളിൽ വരുന്ന 4900 350 കൂട്ടിയാൽ 5250 കിട്ടും. താഴെ കൂട്ടിയാൽ 375. ടോട്ടൽ വരുന്നത് 5625. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 123 × 45 ആണ്. ഇവിടെ ഒരു 3 അക്ക സംഖ്യ വന്നിട്ടുണ്ട്. കുഴപ്പമില്ല. 123നെ 100
20 3 എന്ന് എഴുതാൻ കഴിയും. പിന്നെ 45-നെ 40 5 എന്ന് എഴുതാം. 100-നെ 40 കൊണ്ട് ഗുണിച്ചാൽ 4000 കിട്ടും. 40-നെ 20 കൊണ്ട് ഗുണിച്ചാൽ 800 കിട്ടും. 40-നെ 3 കൊണ്ട് ഗുണിച്ചാൽ 120 കിട്ടും. അതേപോലെ തന്നെ താഴെ 5-നെ 100 കൊണ്ട് ഗുണിക്കാം 500. 5 × 20 100. 5 × 3 15. മുകളിൽ ടോട്ടൽ ചെയ്യുമ്പോൾ 4920 എന്ന് കിട്ടും. താഴെ 615. ആൻസർ കിട്ടുന്നത് 5535. അടുത്ത ക്വസ്റ്റ്യൻ 320 × 78 ഇവിടെ 3 അക്ക സംഖ്യ വരുന്നുണ്ടെങ്കിൽ കൂടി അതിന് ഇങ്ങനെ എഴുതാം 320. പിന്നെ 78-നെ 70 8. 70 × 300 വരുന്നത് 21000 70 × 20 1400 കിട്ടും. 8 × 300 2400. 8 × 20 160. മുകളിൽ കൂട്ടിയാൽ കിട്ടുന്നത് 22400 താഴെ 2560. അപ്പോൾ ടോട്ടൽ ആൻസർ കിട്ടുന്നത് 24960. ഇതിലെ രണ്ടാമത്തെ എക്സസൈസാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. ഇവിടെ 36 × 15 540 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അത് ബേസ് ചെയ്തിട്ട് 36 × 16 37 × 15 36 × 14 35 × 15 ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം, സെപ്പറേറ്റ് ഗുണിച്ചു നോക്കാതെ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് തന്നത് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ കണ്ടുപിടിക്കേണ്ടത് 36 × 16 അപ്പം നമുക്ക് എന്താണ് തന്നത്? 36 × 15 തന്നിട്ടുണ്ട്, അതായത് 540 ഇതിൻ്റെ അർത്ഥം എന്താണ്? 36 × 15 എന്ന് പറഞ്ഞാൽ 36-നെ 15 പ്രാവശ്യം കൂട്ടിയാലാണ് 540 കിട്ടുന്നത് അല്ലേ? 36-നെ 15 പ്രാവശ്യം. അപ്പോൾ ഇവിടെ എന്താണ്? 36-നെ 16 പ്രാവശ്യമാണ് ഇനി നോക്കേണ്ടത്. അപ്പോൾ 540-ന്റെ കൂടെ ഒരു 36 കൂട്ടിയാൽ മതി, അതിൻ്റെ ആൻസർ കിട്ടും. ആൻസർ കിട്ടുന്നത് 576. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ 37 × 15 ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? 15 37 പ്രാവശ്യം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആൻസർ എന്താണ്? ഇവിടെ ഒരു ഹിന്റ് തന്നത് 36 × 15 അല്ലേ? അത് 540. അപ്പോൾ 37 × 15 37 പ്രാവശ്യം. അപ്പോൾ 540-ന്റെ കൂടെ ഒരു 15 കൂട്ടിയാൽ മതി. ആൻസർ കിട്ടുന്നത് 555. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 36 × 14 ഇവിടെ 36 എന്താണ്? 14 പ്രാവശ്യം മാത്രമേ ഉള്ളൂ. 36 15 പ്രാവശ്യം ഉള്ളത് നമുക്കറിയാം. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഒരു 36 കുറച്ചാൽ മതി. എത്ര കിട്ടും? 504 കിട്ടും. അതേപോലെ തന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 35 × 15 അപ്പൊ 15 എത്ര പ്രാവശ്യമാണുള്ളത്? 35 പ്രാവശ്യമേ ഉള്ളൂ. അപ്പം 15 36 പ്രാവശ്യമുള്ളത് നമുക്കറിയാം. അപ്പൊ ഇവിടെ ആൻസർ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? 35 × 15 എന്ന് പറയുമ്പോൾ 540-ൽ നിന്ന് 15 കുറച്ചാൽ മതി. ആൻസർ കിട്ടുന്നത് 525. ആൻസർ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: 36 × 16 = 540 + 36 = 576. പിന്നെ 37 × 15 എന്ന് പറയുമ്പോൾ 540 + 15 ആൻസർ വരുന്നത് 555. 36 × 14 ആകുമ്പോൾ 540 - 36 = 504. നാലാമത്തെ ക്വസ്റ്റ്യൻ 35 × 15 ആകുമ്പോൾ 540 - 15 = 525. ഒരു നമ്പറിനെ 16 കൊണ്ട് ഗുണിച്ചപ്പോൾ 1360 കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ നമ്പറിന്റെ തൊട്ടടുത്ത സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചാലും തൊട്ട് പുറകിലത്തെ സംഖ്യ കൊണ്ട് 16 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടുമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതായത് ഒരു സംഖ്യ എന്ന് പറയുമ്പോൾ നമുക്കതിനെ എ എന്നെടുക്കാം. A × 16 = 1360. A 2 ആണെങ്കിൽ എന്താണ്? 16 + 16 ഈ ആൻസർ കിട്ടുന്നത്. A ഇനി 4 ആണെങ്കിൽ 16-നെ 4 പ്രാവശ്യം വെച്ച് കൂട്ടിയിട്ടുണ്ടാവും എന്നാണ്. ഇതിന്റെ തൊട്ടടുത്ത സംഖ്യയെ 16 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? 1360-ന്റെ കൂടെ ഒരു 16 കൂടെ കൂട്ടിയാൽ മതി. അതായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. എന്താണ്? 1376. ഇതിന്റെ തൊട്ട് മുന്നിലത്തെ സംഖ്യ എന്ന് പറയുമ്പോൾ ഒരു 16 കുറയ്ക്കണം. 1360-ൽ നിന്ന് 16 കുറച്ചാൽ മതി. ആൻസർ കിട്ടുന്നത് 1344. ഇത് മനസ്സിലാക്കാൻ ആർക്കെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ഇത് മറ്റൊരു രീതിയിൽ ഞാൻ ചെയ്ത് കാണിക്കാം. മറ്റൊരു സംഖ്യയാണ് എടുക്കുന്നത് മാത്രം. അതിനുവേണ്ടി ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് 1 × 2 = 2 എന്നെഴുതി
അടുത്തത് 2 ഇൻറ്റു 2 ഈക്വൽ ടു 4 എന്ന് എഴുതി. 3 ഇൻറ്റു 2 ഈക്വൽ ടു 6 എന്ന് എഴുതി. ഈ ചോദ്യം നമ്മളോട് ഇങ്ങനെയാണ് ചോദിക്കുന്നത്: ഒരു സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ അതിന്റെ ഉത്തരം 4 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ചാലും തൊട്ടു പിറകലത്തെ സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? ഇതാണ് നമുക്കറിയേണ്ടത്. ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് 2 ഇൻറ്റു 2 ആണ്, 4 കിട്ടി. ഇതിന്റെ തൊട്ടടുത്ത സംഖ്യ എന്ന് പറയുന്നത് നമ്മൾ എന്താ ചെയ്തത്? 4 പ്ലസ് 2 ആണ് ചെയ്തത്. എന്താണ് കിട്ടിയത്? 6 ആണ് കിട്ടിയത്, അല്ലെ? 6. ഇതേ ഉത്തരം തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. ഇനി ഇതിന്റെ തൊട്ട് മുന്നിലത്തെ സംഖ്യ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ചെയ്തത്? 4ൽ നിന്ന് 2 കുറയ്ക്കുകയാണ് ചെയ്തത്, അല്ലെ? ആൻസർ കിട്ടുന്നത് 2 ആണ്. ആ 2 തന്നെയല്ലേ ഇവിടെയും കിട്ടുന്നത്? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ. പേജ് നമ്പർ 37 ക്വസ്റ്റ്യൻ ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 11 ഇൻറ്റു 11, അതേപോലെ തന്നെ 111 ഇൻറ്റു 111. അതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കാം. 1നെ 11 കൊണ്ട് ഗുണിച്ചാൽ 11 കിട്ടും, വീണ്ടും 1നെ 11 കൊണ്ട് ഗുണിച്ചാൽ 11 കിട്ടും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 121 ആണ്. അത് ഇവിടെ എഴുതാം, 121. അടുത്തത് എന്താണ് കാണേണ്ടത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് 111 ഇൻറ്റു 111 ആണ്. അത് എത്രയാണെന്ന് നമ്മൾ കാണണം. വീണ്ടും ഗുണിച്ച് നോക്കാം. 111നെ 112 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ 1 ഇൻറ്റു 111 111 ആണ്. വീണ്ടും 1നെ 111 കൊണ്ട് ഗുണിച്ചാൽ 111 കിട്ടും. മൂന്നാമത്തെ 1 കൊണ്ട് വീണ്ടും ഗുണിച്ചാൽ 111 തന്നെയാണ് കിട്ടുന്നത്. ടോട്ടൽ ആൻസർ വരുന്നത് 1 2 3 2 1, അല്ലേ? നമുക്കിവിടെ ആൻസർ ഇവിടെ എഴുതാം, 1 2 3 2 1. ഇനി അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കാണേണ്ടത് 1111 ഇൻറ്റു 1111 ആണ്. ഇത് നമ്മൾ ഗുണിച്ച് നോക്കാൻ പാടില്ല, ഗസ് ചെയ്ത് കണ്ടുപിടിക്കണം. 111 ഇൻറ്റു 111 എന്ന് പറയുമ്പോൾ 3 1 വന്നത്. അടുത്തത് നമുക്ക് വരുന്നത് 1111 എന്ന് പറയുമ്പോൾ 4 1 വരുന്നത്, അല്ലേ? 3 1 വന്നപ്പോൾ 1 2 3 എന്ന് എഴുതി, പിന്നെ നമ്മൾ റിവേഴ്സ് ആയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ഇവിടെ 4 1 എന്ന് വരുമ്പോൾ 1 2 3 4 എന്ന് എഴുതിയതിന് ശേഷം 3 2 1 എന്ന് എഴുതിയാൽ മതി. ഇതായിരിക്കും ഇതിന്റെ ആൻസർ. ഇനി ഇത് ഗസ് ചെയ്തതിന് ശേഷം അത് കറക്റ്റ് ആണോ എന്ന് നോക്കണം. 1111ന് 1111 കൊണ്ട് വീണ്ടും ഗുണിക്കാം. നമുക്കറിയാം 1 കൊണ്ട് 1111 ഗുണിച്ചാൽ അത് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ 1111 എന്ന് എഴുതാം. വീണ്ടും 1111, ഒന്നും കൂടെ 1111. അപ്പോൾ 4 പ്രാവശ്യം ഗുണിക്കണം. 1111 ആൻസർ കിട്ടുന്ന നോക്കാം. 1 2 3 4 3 2 1. ശരിയല്ലേ? ഇങ്ങനെയാണ് വരുന്നത്. ഒന്നുകൂടെ ഗസ് ചെയ്ത് നോക്കാം. ഇവിടെ 4 1 വരുന്നതിന് പകരം നമുക്ക് 5 1 എഴുതാം. 5 1 വരുമ്പോൾ നമുക്ക് എന്താണ് എഴുതാൻ പറ്റുന്നത്? 1 2 3 4 5 വരെ എഴുതാം. അതിനുശേഷം 4 3 2 1 എന്ന് എഴുതിയാൽ മതി. 6 1 വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1 2 3 4 5 6 എഴുതിയതിന് ശേഷം 5 4 3 2 1 എന്ന് എഴുതിയാൽ മതി. ഇതായിരിക്കും ആൻസർ കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: 1 + 3 = 4, 4 + 5 = 9, 9 + 7 = 16. ഇതേപോലെ ടേബിൾ 100 വരെ ഫിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്തത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? 16 ആണ്, അല്ലെ? 16 പ്ലസ് ഇവിടെ എന്താണ് എഴുതേണ്ടതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ആദ്യത്തെ വരുന്നത് 3 ആണ്, രണ്ടാമത്തേത് വരുന്നത് 5 ആണ്, അതിനടുത്തത് വരുന്നത് 7 ആണ്. 3ന്റെ കൂടെ 2 കൂട്ടിയിട്ടാണ് 5 കിട്ടുന്നത്, 5ന്റെ കൂടെ 2 കൂട്ടിയിട്ടാണ് 7 കിട്ടുന്നത്. അപ്പോൾ അടുത്തത് ഇവിടെ വരേണ്ടത് 9 ആണ്. 9 വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 25 ആയിരിക്കും. അടുത്തത് നമുക്ക് ഇവിടെ 25 എഴുതാം. 9ന്റെ കൂടെ 2 കൂട്ടിയാൽ 11 ആണ് വരുന്നത്. 25 + 11 വരുന്നത് 36 ആണ്. അടുത്തത് 36 വെച്ച് തുടങ്ങാം. ഇവിടെ 11 + 2 13 ആണ്. അപ്പോൾ കൂട്ടിക്കഴിഞ്ഞാൽ 49 കിട്ടും. ഇനി ഇവിടെ 49 + 15 = 64 എന്ന് കിട്ടും. ഓക്കെ, നമുക്കത് 64 വെച്ച് തുടങ്ങാം. ഇവിടെ 17 ആണ്. കൂട്ടിക്കഴിഞ്ഞാൽ 81 കിട്ടും. ഇനി 81ന്റെ കൂടെ 19 കൂട്ടിക്കഴിഞ്ഞാൽ 100 കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ തന്നിരിക്കുന്നത് 1 3 5 തുടങ്ങിയ ഒറ്റ സംഖ്യകൾ എത്ര എണ്ണം കൂട്ടിയാലാണ് 400 കിട്ടുക. പിന്നീട് കാണേണ്ടത് ഇതിൽ ഏഡ് ചെയ്തിരിക്കുന്ന അവസാനത്തെ ഒറ്റ സംഖ്യ ഏതാണെന്നാണ്. ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി എന്താണെന്ന് ചോദിച്ചാൽ 400ന്റെ സമചതുര സംഖ്യ എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. 20 × 20 ആണ് 400 വരുന്നത്.
20 400ന്റെ സമചതുര സംഖ്യ. അങ്ങനെയാണെങ്കിൽ 20 ഓഡ് നമ്പറുകൾ എഴുതി കൂട്ടിയാലാണ് 400 കിട്ടുക. കുട്ടികൾ സമയം കിട്ടുമ്പോൾ ചെയ്തു നോക്കുക. നമുക്ക് താഴെ ഒന്ന് എഴുതി നോക്കാം. 1 + 3 + 5 + 7 + 9 + 11 + 13 + 15 + 17 + 19 + 21 + 23 + 25 + 27 + 29 + 31 + 33 + 35 + 37 + 39 ഇതൊക്കെ കൂട്ടിയാൽ കിട്ടുന്നത് 400 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന ലാസ്റ്റത്തെ ഓഡ് നമ്പർ എത്രയാണെന്നാണ്. അത് 39 ആണ്. 1 മുതൽ 39 വരെ 20 നമ്പേഴ്സ് ആണ് ഉള്ളത്. അതേപോലെ ലാസ്റ്റത്തെ ഓഡ് നമ്പർ എന്ന് പറയുന്നത് 39 ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഓഡ് നമ്പർ എഴുതുകയാണെങ്കിൽ 1, 3, 5, 7 എന്നിങ്ങനെ ഓഡ് നമ്പർ എഴുതുകയാണെങ്കിൽ 50ാമത് വരുന്ന ഓഡ് നമ്പർ ഏതാണ്? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് 50 വരെയുള്ള ഓഡ് നമ്പറുകൾ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത് എന്താണ്? ഇവിടെ നമ്മൾ ഓഡ് നമ്പർ എഴുതി നോക്കേണ്ടി വരും. ഞാൻ നിങ്ങൾക്ക് ഒരു ടേബിൾ തരാം. ഇവിടെ നോക്കിയാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാകും 50ാമത്തെ ഓഡ് നമ്പർ വരുന്നത് 99 ആണ്. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഒരു എളുപ്പ വഴിയുണ്ട്. 1 മുതൽ 99 വരെയുള്ള ഓഡ് നമ്പറുകൾ കൂട്ടി നോക്കേണ്ട ആവശ്യമില്ല. പകരം 50 × 50 ചെയ്തു നോക്കിയാൽ മതി. ഉത്തരം കിട്ടുന്നത് 2500 ആയിരിക്കും. ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ടേബിൾ വരയ്ക്കുകയാണ്. ഇതിൽ ചില ഓഡ് നമ്പറുകൾ എഴുതാം. 1, 3, 5, 7. 1 മുതൽ 7 വരെയുള്ള ഓഡ് നമ്പറുകളുടെ സമ്മ് കാണണമെങ്കിൽ 1 + 3 + 5 + 7 അതാണ് നോർമൽ ചെയ്യേണ്ടത്. അതിനു പകരമായി ഇവിടെ സമചതുര സംഖ്യ ഏതാണെന്നാണ് നോക്കുന്നത്. ഇവിടെ 4ാമത്തെ കോളത്തിലാണ് 7 വരുന്നത്. ഉത്തരം കാണാൻ 4 × 4 കണ്ടാൽ മതി. ആൻസർ കിട്ടുന്നത് 16 ആയിരിക്കും. കിട്ടുന്ന ഉത്തരം ശരിയാണോ എന്ന് നോക്കാം. 1 + 3 + 5 + 7 ചെയ്ത് നോക്കാം. 1 + 3 എന്ന് പറയുമ്പോൾ 4 ആണ്. 4 + 5 വരുമ്പോൾ 9. 9 + 7 എന്ന് പറയുന്നത് 16. അപ്പോൾ കിട്ടുന്ന ആൻസർ ശരിയാണ്. അതുകൊണ്ടാണ് 1 മുതൽ 99 വരെയുള്ള ഓഡ് നമ്പറുകൾ കൂട്ടി നോക്കാൻ നിൽക്കാതെ സമചതുര സംഖ്യയായ 50 കൊണ്ട് ഗുണിക്കുന്നത്. കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ ചോദ്യം ശ്രദ്ധിക്കുക. ഇവിടെ 4നെ പിരിച്ചെഴുതിയിരിക്കുന്നത് നോക്കൂ. 1 + 2 + 1 എന്നാണ്. 9നെ ആകുമ്പോൾ 1 + 2 + 3 + 2 + 1 എഴുതിയിട്ടുണ്ട്. 16 ആകുമ്പോൾ 1 + 2 + 3 + 4 + 3 + 2 + 1 ആണ്. ഇവിടെ കോമൺ ആയിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? 4നെ പിരിച്ചെഴുതുമ്പോൾ 1 + 2 വരെയാണ് എഴുതിയത്. 2 × 2 4 ആണ് കിട്ടുന്നത്. അതേപോലെ 9നെ പിരിച്ചെഴുതുമ്പോൾ അത് 3 വരെയാണ് എഴുതിയത്. 3 × 3 ആണ് 9 വരുന്നത്. 16നെ പിരിച്ചെഴുതുമ്പോൾ 4 വരെയാണ് എഴുതുന്നത് അല്ലെ? അപ്പോൾ ഇവിടെ നോക്കാം. 25 എന്ന് പറയുമ്പോൾ 5 × 5 ആണ് 25 വരുന്നത് അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ കഴിയും? 1 + 2 + 3 + 4 + 5 വരെ എഴുതാം. 5 വരെ എഴുതിയതിന് ശേഷം 4 + 3 + 2 + 1 ഇതായിരിക്കും ഉത്തരം. ഇനി 36 വരുമ്പോൾ 6 × 6 ആണ് 36. അപ്പോൾ ഇവിടെ 1 + 2 + 3 + 4 + 5 + 6 വരെ എഴുതാം. പിന്നീട് 5 + 4 + 3 + 2 + 1 എന്നായി മാറും. 100 വരുമ്പോൾ എന്താണ്? 10 × 10 ആണ് 100 അല്ലേ? അപ്പോൾ ഇങ്ങനെ എഴുതാം. 1 + 2 + 3 + 4 + 5 + 6 + 7 + 8 + 9 + 10. ഇനി നമുക്ക് തിരിച്ചെഴുതാം. 9 + 8 + 7 + 6 + 5 + 4 + 3 + 2 + 1 ഇതായിരിക്കും കിട്ടുന്ന ഉത്തരം. പേജ് നമ്പർ 38ലെ പ്രവൃത്തി പരിചയമാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 9 × 16നെ ഒരേ സംഖ്യകൾ കൊണ്ട് ഗുണിക്കുന്ന രീതിയിലേക്ക് മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ ചെയ്യാം. 9 × 16നെ നമ്മൾ മാറ്റി എഴുതാൻ പോവുകയാണ്. 3 × 3 × 4 × 4 മനസ്സിലായില്ലേ? അടുത്തതായിട്ട് ഇതിനെ 3നെ 4 കൊണ്ട് ഗുണിക്കുകയാണ്. അതേപോലെ തന്നെ ഈ 3നെ 4 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ 3 × 4 × 3 × 4 എന്ന് കിട്ടും. ഇവിടെ ആൻസർ വരുന്നത് 12 × 12 ആണ്. അപ്പോൾ ഒരേ സംഖ്യകൾ കൊണ്ട് ഗുണിക്കുന്ന രീതിയിലേക്ക് മാറ്റി എഴുതി. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 16 × 36 എങ്ങനെ എഴുതാം? 4 × 4 × 6 × 6 4 × 6 × 4 × 6 24 × 24. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 36 × 49
എങ്ങനെ എഴുതാം? 6 ഇൻറ്റു 6 ഇൻറ്റു 7 ഇൻറ്റു 7. 6 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 7 42 ഇൻറ്റു 42. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 49 ഇൻറ്റു 64. ഇതാണ് 7 ഇൻറ്റു 7 ഇൻറ്റു 8 ഇൻറ്റു 8. 7 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 8. 56 ഇൻറ്റു 56 എന്ന് കിട്ടും. അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 81 ഇൻറ്റു 25 എന്നാണ്. 9 ഇൻറ്റു 9 ഇൻറ്റു 5 ഇൻറ്റു 5 എന്ന് എഴുതാം. അപ്പോൾ 9 ഇൻറ്റു 5 ഇൻറ്റു 9 ഇൻറ്റു 5 എന്നാക്കി മാറ്റി എഴുതാം. കിട്ടുന്നത് 45 ഇൻറ്റു 45 എന്നാണ്. ഇതിലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇനി നോക്കാം. 25 ഇൻറ്റു 4 ആണ്. അത് നമുക്ക് ഈസി ആയിട്ട് എഴുതാം അല്ലേ? 100 എന്ന് എഴുതാം. കാരണം 4 25 ചേർന്നാൽ 100 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 25 ഇൻറ്റു 16. ഇത് ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ ക്വസ്റ്റ്യനും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. അതിന് ഇത്ര മാത്രമാണ് ചെയ്യേണ്ടത്. 16 നമുക്ക് എന്ത് ചെയ്യാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 4 എത്ര പ്രാവശ്യമാണ് 16 പോകുന്നത്? 4 പ്രാവശ്യമാണ് അല്ലേ? അപ്പോൾ ഇതിന്റെ ആൻസർ കിട്ടാൻ വേണ്ടി 4 ഇൻറ്റു 100 എന്ന് ചെയ്താൽ മതി. അതായത് 400 ആണ് കിട്ടുന്നത്. ആക്ച്വലി നമ്മളിത് മനക്കണക്കായിട്ടാണ് ചെയ്യേണ്ടത്. അടുത്തത് വരുന്നത് എന്താണ്? 25 ഇൻറ്റു 36. 25 ഇൻറ്റു 36 എന്ന് പറയുമ്പോൾ 36 എത്ര 4 ഉണ്ട്? നമുക്കറിയാം 4 ഇൻറ്റു 9 36 ആണ്. അപ്പോൾ 9 ഇൻറ്റു 100 ചെയ്താൽ മതി. ആൻസർ കിട്ടുന്നത് 900 ആണ്. പിന്നീട് എന്താണ് വരുന്നത്? 25 ഇൻറ്റു 64. 64 എത്ര 4 ഉണ്ടെന്ന് ചോദിച്ചാൽ 16 ആണ്. അപ്പോൾ 16 ഇൻറ്റു 100 ചെയ്താൽ മതി. 1600 എന്ന് കിട്ടും. മൂന്നാമത്തെ ചാപ്റ്ററിലെ എല്ലാ പ്രവൃത്തി പരിചയം ചെയ്തു കഴിഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.